മതി തലവെച്ചു. പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്ക് സമീപം പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു അതിമനോഹര വിനോദസഞ്ചാര കേന്ദ്രം അടവി ഇക്കോ ടൂറിസം. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നകന്ന് കാനന ഭംഗി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. മുളകൊണ്ട് നിർമ്മിച്ച പരമ്പരാഗത കൊട്ടത്തോണിയിൽ പ്രകൃതിയോടിണങ്ങിച്ചേർന്ന ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. ഓരോ തോണിയിലും 4 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. പ്രകൃതി ഒരുക്കിയ കാഴ്ചവിരുന്ന് ആസ്വദിക്കാൻ ലൈഫ് ജാക്കറ്റുമിട്ട് ഞങ്ങൾ കൊട്ടത്തോണിയിലേക്ക്. കേരളത്തിലെ ഇക്കോ ടൂറിസം പദ്ധതികളുടെ വിജയകരമായ മാതൃകകളിലൊന്നാണ് അടവി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാരം. ഇഷ്ടംപോലെ ഉണ്ടാകും, അതെല്ലാം വെള്ളത്തിൽ വീണ് പോകും. എല്ലാ ആനിമൽസും ഉള്ള കാടാണ് ഇത്. നമ്മുടെ യാത്രയിൽ ഒന്നിനെയും കാണാൻ പറ്റത്തില്ല. പന്നിയും പ്ലാവ് കാട്ടുപോത്തൊക്കെ ഈ വനത്തിലുണ്ട്. പകൽ സമയം ഈ മരത്തിന് എന്താ പറയാ? ആറ്റുവഞ്ചി എന്ന് പറയും. ഈ തീരം സംരക്ഷിച്ചിരിക്കുന്ന മരം അത്രേ ഉള്ളൂ. പുഴഞ്ചക്കാണെന്തോന്ന് പറയുന്നത്. അത് കോഴിക്കോട് എല്ലക്കടേറെ ഇതാണ്, പക്ഷെ ഇവിടെ നമ്മൾ ആറ്റുവഞ്ചി എന്നറിയും. ഇത് ആനയുടെ ഇഷ്ടഭക്ഷണമാണ്. ഈറ്റ ഇത് തിന്നാനൊക്കെ വരും. അതെല്ലാം തിന്നിട്ടേക്കുന്ന ആനയാണ്. പകൽ അങ്ങനെ റെയറായിട്ടേ ഉള്ളൂ. നമ്മുടെ ശബ്ദവും മണവും ഉള്ളത് കൊണ്ട് അങ്ങനെ ജീവികൾ ഇറങ്ങാറില്ല. കുരങ്ങിനെയും മലയണ്ണാനെയും ഒക്കെ ചിലപ്പോൾ കാണാതെ. ഒരു ചോദ്യം കൂടെ ആയാലോ? സോപ്പ് പൊട്ടിക്ക് എന്തിനാണ് ചെറിയ ഹോൾ ഇടുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാകാതെ പോകുന്നില്ലല്ലോ. സ്ലാങ്ങിൽ വ്യത്യാസം. ശ്വാസം കിട്ടാനാണെന്ന് പറയാൻ ഞാൻ 10 മാർക്ക് തരാം. ഫുള്ള് 100 ആണ്. അപ്പൊ അതല്ല, താഴോട്ട് വീണ് പോകാതിരിക്കാൻ. സാറിന് ഞാൻ മാർക്ക് തന്നേക്കാം. വലിയ ഹോൾ ഇട്ടാൽ സോപ്പ് അതിൽ കൂടെ പോകും. അതാണ് ആൻസർ. ഞാൻ ചോദിച്ചത് ചെറിയ ഹോൾ ഇടുന്നത് എന്തിനാണ് കേട്ടോ. സാറ് വലിയ ഹോൾ ഇട്ടാൽ സോപ്പ് കുട്ടികളിൽ ഇപ്പോൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകാതെ. നമുക്ക് തിരക്കില്ലാത്തതുകൊണ്ടാണ് റൂട്ട് നോക്കി പോകുന്നത്. ഈ ആറിൻ്റെ പേര് കല്ലാറ്. ഇത് പമ്പയിൽ ചെന്ന് ചേരുന്നതാണ്. ഞാൻ ഇത് തുടങ്ങി ഇവിടെ വന്നിട്ട് 12 വർഷമായി. ഇത് 12 വർഷമേ ആയുള്ളൂ തുടങ്ങിയിട്ട്. എല്ലാവരും ഡെയിലി വേദിയാണ്, സ്ഥിരമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. സീസൺ ആയി വരുന്നതേ ഉള്ളൂ. അതെ അതെ. ഇല്ല, ഇത് വനമാണ്. ഇത് ആനയൊക്കെ തിന്നിട്ട് പോയേക്കുന്ന നീ കാണുന്നത്. ആന, പന്നി, പ്ലാവ്, കാട്ടുപോത്തൊക്കെ. മലയാളം ടീച്ചർ ആരാണ്? ഉണ്ടോ മലയാളം? ചെയ്തു. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. തവളയുടെ വായ എവിടാണ്? തവളയുടെ വാ തായുടെ ലായിന്റെ ഇടയിൽ. ടീച്ചർക്ക് 100 കാല് മരവിച്ചിട്ടുണ്ട്. ഒന്ന് കരിഞ്ഞോ തിരിഞ്ഞോ ഒക്കെ ഇരുന്നോണേ. ഒരേ ഇരിപ്പിച്ചില്ല. വണ്ടിയോ നനയുന്ന വെച്ച് കുഴപ്പമില്ല. നമ്മൾ കറങ്ങുന്ന ഒരു വീഡിയോ അവരെ കൊണ്ട് കറങ്ങണ്ടല്ലോ. വെള്ളത്തിലോ? തവള, മീൻ, അതല്ല കുസൃതിയായിരുന്നു. എങ്കില് 1ാമത്തെ മീൻ, 2ാമത്തെ മീൻ, 3ാമത്തെ മീൻ തന്നെ പല ഐറ്റം ഉണ്ടല്ലോ. അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയോ? എന്നാ പറഞ്ഞു. ഞങ്ങളുടെ വഞ്ചി തുഴഞ്ഞില്ലേലും പോകും കേട്ടോ. അമ്മാതിരി തള്ള. ടീച്ചർമാരല്ലയോ? ടീച്ചർമാരാണ്.
അതെ അത് പറഞ്ഞു അല്ലേ, പ്രത്യേകിച്ച് ഇതില് ഈ അതെ അതെ നീങ്ങുന്നുണ്ട്. ഇറങ്ങണ്ടെന്നല്ലേ, ഇറങ്ങണ്ടെന്നല്ലേ, പോയില്ലാലോ. കുറച്ചുകൂടെ പോകണമെന്നുണ്ടോ? ഇവരുടെ വീഡിയോ എടുക്കണമെന്നല്ലേ സാർ? ഇവിടെ വരെ പോകത്തുള്ളൂ. ആ അറ്റം വരല്ലേ അവിടെ പോകുന്നതല്ല, കുറ്റികളല്ലേ, നമ്മളില്ല താഴെ ആന കയറിയിടമില്ലേ, അവിടെ വരെയാ വരുന്നത്. ഇങ്ങോട്ട് കുറ്റികൾ നിൽക്കുന്ന സ്ഥലമാണ്, അടിമുട്ടുന്ന സ്ഥലം. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടാണ് വെള്ളത്തിലുള്ള കുറ്റികൾ. കറങ്ങണ്ട. ആ ഓക്കെ, കറങ്ങണ്ട. വെള്ളത്തിൽ ജീവിക്കുന്ന രണ്ട് ജീവികളുടെ പേര് പറയാം. ഒന്ന് തവള അവൻ ആദ്യം संग बह गया मेरा जीवन നമ്മളെ തോട് കല്ലുമ്പ് തട്ടിയാല് एक हवा का जो खाया ओ एक हवा का जो खाया टूटा है डाली से फूल टूटा है डाली से फूल हो गई खुशबू हवा में कुछ न रह गया मेरा जीवन कोरा कागज कोरा ही रह गया उड़ के पंछी क्या ठिकाना उड़ के पंछी क्या ठिकाना मेरा ना कोई जहां मेरा ना कोई जगह ना कब्र है ना डगर है जाना है मुझको कहाँ जाना है मुझको कहाँ हो गई खुशबू हवा में कुछ न रह गया मेरा जीवन कोरा कागज कोरा ही रह गया कोरा ही रह गया कोरा ही रह गया. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.